നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ വേക്കണ്ടോ. എൻ്റെ ഫ്രണ്ട് ചെക്കൗട്ട് ചെയ്തു. ഇന്ന് നമ്മൾ ട്രെക്ക് ചെയ്യാൻ പോണത് ഇതിൻ്റെ മുകളിലേക്കാണ്. ഇത് മൂന്നാറിലുള്ള പൈപ്പ് ലൈനാണ്. ഇത് എന്തോ കേരളത്തിലത്തെ ആദ്യത്തെ ഹൈഡ്രോ പ്രോജക്റ്റാണ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ തന്നെ ട്രെക്ക് ചെയ്ത് മുകളിലേക്ക് പോകാം. പക്ഷേ അവിടം വരെ റോഡുണ്ട്. അപ്പോൾ നമ്മൾ റോഡ് വഴി പോയിട്ട് അവിടെ ബൈക്ക് വെച്ചിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് ട്രെക്ക് ചെയ്യാനാണ് പ്ലാൻ. സോ ഇന്നത്തെ അഡ്വഞ്ചർ അതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു കുരിശ് കാണാൻ പറ്റും. ആ കുരിശിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല ട്രെക്കിംഗ് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ ലഗേജൊക്കെ ഉണ്ട്, ടെൻറ്റും ക്യാമറയും പിന്നെ വാട്ടർ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം എന്ന് വെച്ചാൽ അധികം ഫേമസ് ഒന്നും ആയിട്ടില്ല. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആക്കണ്ടോ. മൂന്നാർ ഫുള്ളും പിന്നെ പൈപ്പ് ലൈനൊക്കെ കാണാൻ പറ്റും ഇവിടുന്ന്. നമ്മളിത് ജസ്റ്റ് ഇന്ന് റൂമിലിരുന്ന് ജസ്റ്റ് മാപ്പ് നോക്കി ഏറ്റവും അടുത്തുള്ള സ്ഥലം നോക്കിയതാണിത്. ശരിക്കും നമ്മൾ ആ മലേൻ്റെ മുകളിലാണ് പോകേണ്ടത്. അതിൽക്കൂടെ വഴിയുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് താഴേക്ക് വന്നേക്കാം. ആ പൈപ്പ് ലൈനിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ടണൽ കണ്ടു. ഈ ടണൽ എന്ന് വെച്ചാൽ നമ്മൾ വന്ന വഴിക്ക് താഴെ ഒരു ടണലുണ്ടായി. ഇത് പോണത് ആ ടണലിലേക്കാണ്. അതിൻ്റെ ഉള്ളിൽ രണ്ടാളൊക്കെ ഉണ്ട്. എന്തായാലും സെറ്റാണ്. എന്തായാലും ടണലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. ഇനി കൊറോണ ഓൾറെഡി ഉണ്ട്. ഇനി വവാലായി നിപ്പ വരണ്ടെന്ന് വിചാരിച്ച. അപ്പോൾ നമ്മൾ ഇവിടെ ബൈക്ക് വെച്ചോട്ടേന്ന് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനത്തെ ഒരു വഴിയുണ്ട്. ഈ വഴിക്കൂടെ പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചെന്ന പൈപ്പ് ലൈൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് പൈപ്പ് ലൈനൊക്കെ കണ്ട് നേരെ മുകളിലേക്ക് ട്രെക്ക് ചെയ്യുക. ഇന്നും ക്ലൈമറ്റ് അത്യാവശ്യം പ്ലസൻറ്റ് ക്ലൗഡിയാണ്. പക്ഷേ ഇന്ന് വലിയ തണുപ്പൊന്നുമില്ല, ചൂടാണ്. ഇന്നലെ പക്ഷേ അങ്ങനെയല്ലായിരുന്നു. ഒരു ചെറിയ കുഴപ്പം പറ്റി. അതാണ് പൈപ്പ് ലൈൻ, അവിടെ കാണാൻ പറ്റും നേരെ താഴേക്ക്. പക്ഷേ ഇവിടുന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനുള്ള വഴി ഇവിടെ ഇല്ല. നമ്മൾ നേരെ താഴേക്ക് പോകണം. താഴേക്ക് പോയാൽ പിന്നെയും തിരിച്ച് കയറേണ്ടി വരും. ചായ ഒന്നും വേണ്ട. അപ്പോൾ പുള്ളി ഭയങ്കര കമ്പനിയാണ്. നമ്മളിവിടെ അകത്തേക്കൊക്കെ കയറി വരാൻ പറഞ്ഞ് ഇവരുടെയൊക്കെ ഓ ഇവിടെ താമസിക്കുന്ന കെയർ ടേക്കർ. പ്രയർ റൂം, ബെഡ്റൂം, അവിടെ കിച്ചൺ. അച്ഛാ ഊരെങ്ങ ഊര് ഒറ്റയ്ക്ക് വേറെ ആളില്ല. ഊരെങ്ങ് വൈഫ് അല്ല, ഫാമിലി ഇവിടെ ഇല്ല. എവിടെ അണ്ണൻ ഊരെങ്ങ് ഊര് നമ്മളെ വൈദ്യം ഇവിടെ ഒരു പുള്ളീനെ പരിചയപ്പെട്ടു. വയസ്സായ ഒരു ചേട്ടനാ, വൈദ്യനാന്നാ പറയണ. ഉള്ളിൽ നിറച്ചും മരുന്നുകളൊക്കെ ഉണ്ടല്ലേ. പുള്ളി പിന്നെ പനിക്കൂർക്ക പറിച്ചു വന്നു. എനിക്ക് തോന്നുന്നു നിന്റെ മുടി ഇതൊക്കെ കണ്ടിട്ട് നീ ഒരു സ്വാമിയാന്ന് വിചാരിച്ച് പിടിച്ചിർത്തിയതാന്ന് തോന്നണേ. പുള്ളി തമിഴ്നാട്ടുകാരനാണ്. ഇവിടെ വന്ന് താമസിക്കണു ഒറ്റയ്ക്ക്. ഭാര്യ മരിച്ചു എന്നല്ല ഉദ്ദേശിച്ചേ. അവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൈപ്പ് ലൈൻ നമുക്ക് കാണാൻ പറ്റില്ല. ഈ വഴിക്ക് പോയാൽ തൊട്ട് താഴെ റോഡുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ടേൺ കണ്ടപ്പോൾ ചുമ്മാ കയറി വന്നു. വഴിയാണ്. ഇവിടെ 2 ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ മുകളിലേക്ക് ട്രെക്ക് ചെയ്യണ സമയത്ത് ഒരു വലിയ വെല്ല് പോലെ കാണാൻ പറ്റും. ഒരു വലിയ എൻ്റെ അമ്മ അവിടെ ഗോണിയൊക്കെ ഉണ്ട്. ഗോണിക്കോടെ താഴെ ഇറങ്ങാം. നമ്മൾ പക്ഷേ ഇറങ്ങണില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഒരു വെല്ലും കൂടെ അവർ പണിതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അല്ലടാ, സ്റ്റാർട്ട് ചെയ്യാം. വാ. 2 കുപ്പി വെള്ളവും കുറച്ച് ബിസ്ക്കറ്റ്സും കുറച്ച് ചോക്ലേറ്റ്സും മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. പിന്നെ ജാക്കറ്റ് 2 എടുത്തിട്ടുണ്ട്. എങ്ങാനും മഴ അല്ലെങ്കിൽ തണുപ്പ്, നല്ല തണുപ്പാണെങ്കിൽ ജാക്കറ്റ് ഇട്ടേ പറ്റൂ. അപ്പോൾ നമുക്കൊരു കുഴപ്പം പറ്റി. നമ്മളവിടെ ഡീപ്പ് വാട്ടർ വെല്ലൊക്കെ കണ്ടു. അപ്പോൾ ഇത് കൂടെ ഒരു വഴി ഉണ്ടായി. ആ വഴി നോക്കി കയറി വന്നു. പക്ഷേ ആക്ച്വലി ഈ വഴി ഇവിടം വരെ ഉള്ളൂ. ഇവിടെ ടെൻറ്റൊന്നും ഇടാൻ പറ്റില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഒരു വലിയ പാറക്കല്ലുണ്ട്. സോ ഇപ്പോൾ സമയം ഏകദേശം 5:30 ആവാറായി.
നമ്മൾ ഇത്ര നേരം ട്രക്ക് ചെയ്തത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ടെൻ്റ് ഇടാൻ പറ്റിയില്ല. വേറൊരു വഴി മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടു. ആ വഴിയും കൂടി ഒന്ന് നോക്കാൻ വേണ്ടി താഴേക്ക് പിന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ശരിക്കും പള്ളിക്കൽ കുരിശുമല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അധികം പള്ളിവാസൽ കുരിശുമല, പള്ളിവാസൽ. അധികം ആൾക്കാരൊന്നും വന്ന് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ്. തൊട്ട് താഴെ റോഡുണ്ട്, സൈഡിൽ പാർക്കിംഗ് ഒന്നുമില്ല. ബൈക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നു എന്നുള്ളൂ. അത്യാവശ്യം സേഫ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ശരിക്കിനുള്ള കുരിശുമല എന്ന് വെച്ചാൽ നമ്മുടെ മലയാറ്റൂർ മല കയറണ പോലെ ഇത് കൂടെ ഒരു വഴിയുണ്ട്. ഇവിടെ കുരിശൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്നാം സ്ഥലം എത്തിയിട്ടൊന്നുമില്ല. എന്തായാലും അത്യാവശ്യം സ്റ്റീപ്പ് ക്ലൈമ്പാണ്. എന്തായാലും കയറി നോക്കാം. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. അവിടെ ഇടുക്കി ആർച്ച് ഡാം കാണാൻ പറ്റും. അവിടെ ക്യാമറയിൽ കിട്ടണ്ടോയെന്ന് അറിയില്ല. ഇനിയും ട്രെക്ക് ചെയ്യാനുണ്ട്. ഫോർട്ടീൻത്ത് പ്ലേസ് വരെ എത്താൻ പറ്റിയില്ല. നമ്മളിപ്പോൾ 8th പ്ലേസിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫ്രണ്ടിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത് മൂന്നാറുള്ള ടൗണാണ്. മൂന്നാർ ടൗൺ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റിയില്ല. സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആണ്. സ്റ്റാർസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നല്ല തണുപ്പാട്ടോ. നാട്ടുകാർ പറഞ്ഞത് എലിഫൻസ് ഒക്കെ വരും, സൂക്ഷിച്ച് നിൽക്കാൻ പറഞ്ഞു. ഇപ്പോൾ ടെൻറ്റ് ഇട്ടിട്ടൊന്നുമില്ല. ടെൻറ്റ് നമ്മൾ ഇടണം. നിങ്ങൾക്ക് നേരെ കണ്ട വൈറ്റ് ലൈറ്റ് കാണാൻ പറ്റും. അത് മൂണാണ്. മൂൺ റൈസായി വന്നതാ. സമയം ഇപ്പോൾ 8:10. മൂൺ ദേ വന്നുള്ളൂ. ശരിക്കും സൺസെറ്റും സൺറൈസും ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ മൂൺ റൈസ് നമ്മൾ ആദ്യമായിട്ടല്ലേ കേൾക്കണേ. നീ കണ്ടേണ്ടോ മൂൺ റൈസ്? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മൂൺ ഇങ്ങനെ റൈസായി വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു മലേൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ റൈസായി വന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ക്യാമ്പിംഗ് ഒക്കെ നടക്കാറുള്ളത്. അവിടെ കുറേ വിറകൊക്കെ കണ്ടു. പിന്നെ ഒരു ചെറിയ കുളമുണ്ട്. എനിക്ക് പേടി, ആന കാട്ടുപോത്തൊക്കെ വെള്ളം കുടിക്കാൻ വന്ന സമയമാണ് രാത്രി. ചിലപ്പോൾ വരെയിരിക്കും. നമ്മൾ പിന്നെ പാട്ടൊക്കെ ഇടുമ്പോൾ പേടിച്ച് ഓടെയിരിക്കും. മൂണപ്പം ഇപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പായി. നമ്മൾ ടെൻ്റ് ഇടാൻ കുറച്ച് വൈകി. കാരണം ഞാൻ മുകളിലേക്ക് കയറി വന്നപ്പോൾ എൻ്റെ മസിലൊന്ന് ഉളിക്കായിരുന്നു. അത് കാരണം അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ടാണ് കയറിയത്. ടെൻ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ശരിക്കും ടെൻ്റ് ഇട്ടേക്കുന്നത് നമ്മൾ ആക്ച്വലി അവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടായി സൺറൈസ് ഡയറക്റ്റ് കാണാനുള്ളത്. അവിടെയായിരുന്നു ഇട്ടേ. പക്ഷെ നല്ല സ്ട്രോങ് വിൻഡാണ്. ടെൻ്റൊക്കെ പറന്നു പോവാണ്. മര്യാദയ്ക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഉറപ്പാണ്. ജസ്റ്റ് റൗണ്ട് പോലെ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ടെൻ്റ് ഇട്ടേക്കണത്. എന്ന് വെച്ചാൽ ഇവർ ക്യാമ്പ് ഫയറൊക്കെ ചെയ്യാനുള്ള സ്ഥലം. അതിൻ്റെ ഉള്ളിലാണ് ടെൻ്റ് ഇട്ടേക്കുന്നത്. നാളെ കാലത്ത് ഞാൻ കാണിച്ചു തരാം ടെൻ്റ് എങ്ങനെ. ഇപ്പോൾ തന്നെ ടെൻ്റ് വേറെ ഷേപ്പിലാണ് കിടക്കുന്നത്. ഫുള്ളായിട്ട് സ്ട്രെച്ച് ഒന്നും ചെയ്തല്ല ഇട്ടേക്കുന്നത്. അതിനുള്ള സ്ഥലം ഇവിടെ ഇല്ല. അപ്പോൾ ഇതാണ് ടെൻ്റ്. അപ്പോൾ ഇന്ന് വലിയ വീഡിയോസൊന്നും എടുക്കാൻ സാധ്യത കുറവാണ്. രാത്രി ഒന്നുമില്ല. വലിയ സോങ്ങൊക്കെ ഇടാം. നൈറ്റ് ഫോട്ടോഗ്രാഫി കുറച്ച് ട്രൈ ചെയ്യണം. നാളെ മോർണിംഗ് കാണാം. ഇപ്പോൾ സമയം ഏകദേശം 6 മണി ആയുണ്ട്. നമ്മളിപ്പോഴും മലേൻ്റെ മുകളിൽ തന്നെയാണ്. 8ാം സ്ഥലത്ത്. തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. കാരണം ഇവിടെ കാറ്റെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് വിൻഡാണ് ഇവിടെയുള്ളത്. അത് കാരണം ടെൻ്റൊക്കെ പറന്നു പോണ പോലെയായിരുന്നു. അത് കാരണം നമുക്ക് ടെൻ്റ് ഈ ഫ്ലാറ്റ് സർഫേസിൽ ഇടാൻ പറ്റിയില്ല. ബട്ട് അതേപോലെ ഒരു സ്ഥലം നമുക്ക് കിട്ടിയത് ഭാഗ്യമായിപ്പോയി. ഇവിടെയാണ് ഇന്നലെ നമ്മൾ ടെൻ്റ് ഇട്ട്. കുറച്ച് സ്ഥലത്തൊക്കെ കീറി. കാരണം നല്ല വിൻഡായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ ടെൻറ്റിൻ്റെ ഷേപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സൺറൈസ് കാണാൻ വേണ്ടി ആണ് എഴുന്നേറ്റ്. സൺറൈസ് ഏകദേശം അവിടെയായിട്ട് വരും. പക്ഷേ ആ മല ഉള്ളത് കൊണ്ട് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഇന്നലെ രാത്രി നല്ല നിലാവൊക്കെ ആയിരുന്നു. നല്ല മൂൺലൈറ്റ് നല്ലോണം ഉണ്ടായി. ഇപ്പോഴും മൂൺ അവിടെ ഉണ്ട്. സോ ഇന്നലെ രാത്രി വെളിച്ചം നല്ലോണം കാണാൻ പറ്റി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒക്കെ നമുക്ക് ഈ ഇവിടെ ഫുള്ളും ക്ലൗഡ്സ് ആയിരുന്നു. ക്ലൗഡ്സിൻ്റെ മുകളിലായിരുന്നു. നീ ഉറങ്ങിയ നല്ലോണം? ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് ഉറങ്ങാൻ വേണ്ടിയില്ല. 8ാം സ്ഥലത്തിൻ്റെ കുരിശിൻ്റെ ഏറ്റവും മുകളിൽ വന്നേക്കാം. നമ്മുടെ ടെൻറ്റ് ദേ അവിടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്. പിന്നെ ഇത് കാടാണ്. വൈൽഡ് ആനിമൽസ് വരും എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. പക്ഷേ ഇന്നലെ ഒന്നിനും കണ്ടില്ല. അവിടെയാണ് ലാസ്റ്റ് കുരിശ് തന്നെ ഏറ്റവും മുകളിൽ.
ഇപ്പോൾ സമയം ഏകദേശം എത്ര മണിയുണ്ടാവും? ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായി. നമ്മൾ ടെൻറ്റൊക്കെ അവിടെ തന്നെ അങ്ങനെ തന്നെ വെച്ചേക്കാണ് ഓപ്പണായിട്ട്. ആരും എടുത്തുകൊണ്ട് പോയില്ല എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പിന്നെ വേറെ ആരും ഇല്ല. ഇപ്പോൾ 14ാമത്തെ സ്ഥലത്തേക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. പൈപ്പ് ലൈനൊക്കെ ഇതേ കണ്ടോ, അവിടെ കാണാൻ പറ്റും. ലുക്ക് അറ്റ് ദ വ്യൂ മാൻ. അവിടെ ക്ലൗഡൊക്കെ മുകളിൽ വന്ന് കിടക്കുന്നു. സൺസെറ്റ് ഏകദേശം തവണയായിട്ട് വരാം. അപ്പോൾ സൺസെറ്റും പ്രോപ്പറായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സൺറൈസ് പ്രോപ്പർ ആണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് പ്രോപ്പർ അല്ല, എന്നാലും കാണാൻ പറ്റും. കുറച്ച് ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആക്ച്വലി ആ 2 ഹിൽസിൻ്റെ ഇടയിൽ കൂടെയാണ് സൺറൈസ് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് ആ കുരിശായിരിക്കും ലാസ്റ്റ് പോയിന്റ്. പിന്നെ മുകളിലേക്ക് ആയാലും പോവാം. നമ്മുടെ ടെൻ്റ് അവിടെ കാണാൻ പറ്റും. ഇതാണ് ലാസ്റ്റ് കുരിശ്, 14th പ്ലേസ്. മൂന്നാർ ടൗണിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കുരിശ് കാണാൻ പറ്റും. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അതുകൂടെ ഇറങ്ങി അതുകൂടെ വഴിയൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോവാം. അതിൻ്റെ മുകളിലേക്കൊക്കെ പോണതിന് ഒരു കുഴപ്പമില്ല. അവിടെ ചെറിയ പാത്തൊക്കെ ഉണ്ട്. ഇനി അപ്പുറത്തെ വ്യൂ കാണിച്ചു തരാം. പൊളി സ്ഥലമല്ലേ. ഇവിടെ ടെൻ്റ് ഇടാൻ പറ്റിയായിരുന്നു, പക്ഷേ കാറ്റിനെ പേടിക്കണം. സോ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ പിന്നെയും നല്ല വ്യൂ കിട്ടും. ആ ടീ എസ്റ്റേറ്റ് ഗാർഡൻസിൻ്റെ ഒക്കെ വ്യൂ നല്ല സൂപ്പറായിട്ട് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ദൂരെ നോക്കി ഒരു വൈറ്റ് ഡോട്ട് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ കണ്ണ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് അവിടെ ഇടുക്കി ഡാം, ആർച്ച് ഡാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ റിസർവോയറും കാണാൻ പറ്റും. ക്യാമറയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു വൈറ്റ് ഡോട്ട് പോലെ ക്യാമറയിൽ കിട്ടേണ്ടതാണ്. അത് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാമാണ്. ടെൻ്റ് അയച്ച് പാക്ക് ചെയ്യണം, എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാം. ടോട്ടലി എത്ര ദിവസമായിടാ നമ്മളിപ്പോൾ? 3 ഡേ അല്ലേ? 3 ഡേ ആയി. എന്ന് വെച്ചാൽ 2 നൈറ്റ് നമ്മൾ ഇവിടെ മൂന്നാറിൽ സ്പെൻഡ് ചെയ്തു. വട്ടവടയൊക്കെ പോയി, പക്ഷേ വട്ടവടയൊക്കെ ഒന്നും അങ്ങനെ അധികം കാണാനൊന്നുമില്ല. ആകെ ഫോറസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്തായാലും ബെസ്റ്റ് എനിക്ക് ഇന്ന് കിട്ടിയേക്കണത്, ഈ ട്രിപ്പിൽ ബെസ്റ്റ് കിട്ടിയേക്കുന്നത് ഇതാണ്. ബെസ്റ്റ് ട്രെക്കിംഗ് ആയിരുന്നു. നമ്മളപ്പോൾ കുറച്ചും കൂടി താഴേക്ക് വന്നപ്പോൾ അവിടെ ഒരു കുരിശ് മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മുടെ പ്രണവ്, എൻ്റെ ഫ്രണ്ട്, അത് നേരെയാക്കാൻ പോവാണ്. അവനത് നേരെയാക്കണം എന്നൊരാഗ്രഹം. ആടാ അത് സെറ്റ് ഗുഡ്. അപ്പം കുരിശ് അവൻ നേരെ വെച്ചു. ഇപ്പം സമയം 8 മണി. തിരിച്ച് ടെൻ്റ് ഇട്ട സ്ഥലത്തേക്ക് എത്തി. ഈ ടെൻ്റ് ഇട്ടേക്കുന്നത് വരെയുള്ള ട്രെക്കിങ് കുറച്ച് സ്റ്റീപ്പ് ക്ലൈംബാണ്. അതാണ് പെട്ടെന്ന് ടയേർഡാവും. ഈ ടെൻ്റ് തൊട്ട് നമ്മുടെ ലാസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ വരെ പിന്നെയും കുഴപ്പമൊന്നുമില്ല. ക്ലൈംബ് അധികം സ്റ്റീപ്പൊന്നുമല്ല, ജസ്റ്റ് നോർമൽ വാക്ക് പോലെ നമുക്ക് ക്ലൈംബ് ചെയ്ത് പോകാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഈ ടെൻ്റ് ഇട്ടേക്കുന്നത് വരെ നല്ല ഡിഫിക്കൽട്ടാണ്. ഭാഗ്യം നമ്മളിപ്പോൾ വന്നത്, കാരണം നമ്മുടെ ടെൻ്റ് പറന്ന് പകുതി അപ്പുറത്തേക്ക് പോയി. ഉള്ളിൽ ലഗേജും 2 കല്ലെടുത്ത് വെച്ചത് കൊണ്ട് മാത്രമാണ് ഈ ടെൻ്റ് ഇങ്ങനെ നിൽക്കുന്നത്. ടെൻ്റ് കുറച്ച് അപ്പുറത്തേക്ക് പോയി. നമ്മൾ കുറച്ചും കൂടി ലേറ്റ് ആയി അപ്പുറത്തേക്ക് വീണേനെ. കണ്ടോ, ടെൻ്റ് പറന്ന് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുക. ടെൻ്റ് കുറച്ച് കീറി, അവിടെ കല്ല് വെച്ചത് കൊണ്ട് നല്ല സ്ട്രോങ് വിൻഡ് കാരണം അവിടെ കുറച്ച് കീറിയുണ്ട്. നമ്മളപ്പോൾ ഇനി ലഗേജൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് താഴേക്ക് ട്രെക്ക് ചെയ്യണം. പിന്നെ 2 കോഫിയൊക്കെ ഓടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ടെൻ്റപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടിട്ട് 2 പിക്ക് എടുക്കണം, എന്നിട്ട് ടെൻ്റ് അൺപാച്ച് ചെയ്യണം. ലഗേജൊക്കെ പാക്ക് ചെയ്തു. ടെൻ്റ് പുറത്തേക്ക് എടുത്തിട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം. വേക്കണ്ടോ, എൻ്റെ ഫ്രണ്ട് പ്രണവ് ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് പറന്ന് പോകാത്തത്. ഇപ്പോൾ ടെൻ്റ് ഷേപ്പൊക്കെ മാറിയതുണ്ട്. അത്രയ്ക്ക് സ്ട്രോങ് വിൻഡാണ് ഇവിടെ. ഇപ്പോൾ ഈ ഡേ ടൈമിൽ തന്നെ ഇത്ര വിൻഡ് ഉണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തോരം വിൻഡ് ഉണ്ടായിന്ന്. ശരിക്കും പേടിച്ചാണ് കടന്നത്. നമ്മുടെ
ആ കാണുന്നതാണ് നമ്മുടെ ലാസ്റ്റ് കുരിശ്, എന്ന് വെച്ചാൽ 14th പ്ലേസ്. ഇപ്പം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1/4 താഴേക്ക് ട്രെക്ക് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അവിടെ വരെ എത്താൻ അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട്. പിന്നെ ഈ ക്ലൈമ്പാണ് ഞാൻ പറഞ്ഞ നല്ല സ്റ്റീപ്പ് ക്ലൈമ്പാണ്. എന്ന് വെച്ചാൽ ആ കുരിശിൻ്റെ അവിടെ തുടങ്ങി താഴെ വരെ നല്ല സ്റ്റീപ്പ് ക്ലൈമ്പാണ്. അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ നമ്മൾ ടെൻറ്റ് ഇട്ട് കൊടുത്തുനിന്ന് 18 ടോപ്പ് വരെ അത്യാവശ്യം ഫ്ലാറ്റാണ്, കുഴപ്പമൊന്നുമില്ല, സിമ്പിളായിട്ട് ട്രെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള എൻട്രൻസ് നിങ്ങൾക്ക് മിസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ നേരത്തെ അപ്പുറത്ത് പോയിട്ടാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പകുതി എത്തിയപ്പോൾ കമ്പിവേലിയൊക്കെ ഉണ്ടായി, അതറിഞ്ഞാൽ അത് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ച് താഴേക്ക് പിന്നെയും ട്രെക്ക് ചെയ്തു. എന്നിട്ടാണ് ഈ വഴി കണ്ടുപിടിച്ചത്. ഇത് ശരിക്കും ഇതവിടെ ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് ബൈക്ക് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു അറൗണ്ട് ഒരു 30 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മുകളിലേക്കുള്ള വഴി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ താഴേക്ക് പോയ ഒരു ടണലൊക്കെ ഉണ്ട്. നിങ്ങൾ വരാണെങ്കിൽ നല്ല ഫുഡ് വെയർ ഇടുക, നല്ല ഷൂസ് ഇടുക. കയറുമ്പോൾ വലിയ സീനൊന്നും ഉണ്ടാവില്ല, പക്ഷേ താഴേക്ക് നല്ല സ്റ്റീപ്പായിരിക്കും, അപ്പോൾ സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബെറ്റർ ഒരു നല്ല ഷൂസ് ഇടണമെന്നായിരിക്കും നല്ലത്. ഫ്രണ്ടിൻ്റെ ബൈക്ക് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ച് പേടിയുണ്ടായി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന്, പക്ഷേ ഒന്നും നടന്നില്ല. ആക്ച്വലി ഇവിടെ നിന്ന് തന്നെ ഉള്ള വ്യൂവും നല്ല രസമുണ്ട്. പിന്നെ ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് തന്നെ കയറണം. ഒക്ടോബർ 3 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്, ജേണി സ്റ്റാർട്ട് ചെയ്തത്. അങ്കമാലിയിൽ നിന്ന് നേരെ നമ്മൾ മൂന്നാർ വന്നു. മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷൻ പോയി. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വട്ടവട പോയി. പിന്നെ അവിടെ ഒന്നും നല്ലൊരു സ്പോട്ട് കിട്ടിയില്ല നമുക്ക് ടെൻ്റ് ഇടാൻ വേണ്ടി. പിന്നെ ലോക്കൽ വില്ലേജേഴ്സ് ആയാലും അനിമൽസിൻ്റെ ശല്യം കൂടുതലാണെന്ന് അവിടെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ടെൻ്റ് ഇട്ടില്ല, നേരെ തിരിച്ച് മൂന്നാറിലേക്ക് വന്നു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട് അഭിഷേകിൻ്റെ റിസോർട്ട് ഉണ്ട് ഇവിടെ, പാർക്കാട് നേച്ചർ റിസോർട്ട് ആണ്. അവിടെ 1 നൈറ്റ് ചെക്ക് ഇൻ ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ റൂമിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചുമ്മാ മാപ്പൊക്കെ നോക്കിയപ്പോൾ ആ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു കുരിശുമല ഉണ്ടെന്ന് ഞാൻ കണ്ടു മാപ്പിൽ. അപ്പോൾ ലോക്കൽസായിട്ട് സംസാരിച്ചപ്പോൾ നല്ല ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കുരിശുമല എന്ന് പറഞ്ഞു. നല്ല വ്യൂ ഒക്കെ ഉണ്ടാവും, മുകളിൽ ടെൻ്റ് ഇടാൻ പറ്റും. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ മോളിൽ നിന്ന് വന്നിട്ടില്ല, പ്രണവ്. അവൻ പയ്യനെ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി, അവൻ്റെ മുട്ടിന് എന്തോ വേനയുണ്ട്. ഞങ്ങളങ്ങനെ റിസോർട്ടിലെത്തി. ഇനി ഇവിടുന്ന് ലഗേജൊക്കെ എടുക്കണം. ലഗേജ് എടുത്ത് വണ്ടിയിലേക്ക് വെച്ച് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ വീട്ടിൽ ഇനി സേഫായിട്ട് എത്താം, അതുമാത്രമേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ജേണി കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, എനിക്കൊരു പ്രൊമോഷനാവും. കൊറോണ ഒക്കെയാണ്, സ്റ്റേ സേഫ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കാട് നേച്ചർ റിസോർട്ട്. അപ്പോൾ ശരി, ബൈ കേട്ടോ.